തുടക്കക്കാർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഇന്ന് കാണിക്കുന്നത്. ഒരു ഷർട്ടിലാണ് ഈ ചെയ്തെടുക്കുന്നത്. ഓണമൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സാരിയിൽ, ചുരിദാറിൽ, അതുപോലെ ഷർട്ടിലൊക്കെ നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ട് നോക്കാം. ഈ ഷർട്ടിൽ ചിത്രം ട്രേസ് ചെയ്തെടുക്കാം. ഷർട്ടിൻ്റെ ഈ ഒരു ഭാഗത്തും രണ്ട് സൈഡിലായിട്ടാണ് ഫ്രണ്ടിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ചിത്രമാണ് നമ്മൾ ട്രേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് പിന്നെ മോൻ്റെ ഷർട്ടാണ്. അപ്പോൾ ചെറിയ ഷർട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള വർക്കൊക്കെ ചെയ്തെടുക്കാം. പിന്നെ വലിയ ഷർട്ടിലായാലും സിമ്പിളായിട്ടുള്ള വർക്കും ഭംഗിയുണ്ടാവും. പിന്നെ വരക്കാൻ അറിയാത്തവരാണ് ഇതുപോലെ ട്രേസൊക്കെ ചെയ്തെടുക്കേണ്ടത്. അല്ലാത്തവർക്ക് നേരിട്ട് വരച്ചെടുത്താലും മതി. യെല്ലോ കാർബൺ പേപ്പർ ആയാലും വൈറ്റ് കാർബൺ പേപ്പർ ആയാലും ഒക്കെ ഇതിൽ വരച്ചാൽ കാണും. ഇത് പിന്നെ ഒരു ഡാർക്ക് കളർ ആയതുകൊണ്ട് നമുക്ക് ഏത് കാർബൺ പേപ്പർ ഉപയോഗിക്കാം. പിന്നെ ബ്ലൂ കളറൊന്നും നമ്മളെ ഡ്രസ്സിലേക്ക് ഉപയോഗിക്കാതിരിക്കുക നല്ലത്. പിന്നെ ആ പെയിൻറ്റ് പോവില്ല. ഞാൻ ഈ ചിത്രം ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചരിച്ചിട്ടാണ് വരക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് തന്നെ 2 ചിത്രം വരക്കുക. ഇവിടെ മുകളിലായിട്ടും ഇങ്ങനെ ഒന്ന് വരക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് ഇവിടെയും ഒന്ന് താഴെയും. പിന്നെ ഞാൻ ചെയ്തു വന്നപ്പോൾ ലാസ്റ്റ് പിന്നെ അവിടെ 2 എണ്ണം കൊടുത്താൽ ഒരു ബോറ് പോലെ തോന്നി എനിക്ക്. ഞാനിവിടെ മാത്രം ഒന്ന് മറ്റേ സൈഡിലായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യം കാർബൺ പേപ്പർ വെക്കുക. പിന്നെ വരച്ചെടുക്കേണ്ട ചിത്രം വെച്ചിട്ട് വരച്ചെടുക്കാം. പിന്നെ പേന തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിത്രം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നൂല് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ മെറൂൺ കളറിന് മാച്ചായിട്ടുള്ള ഒരു കളർ എടുക്കണം. ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ കളറും ഒന്ന് വെച്ച് നോക്കി. ഇതിൽ ഗോൾഡൻ കളറ്, വൈറ്റ് കളറൊക്കെ വെച്ച് നോക്കി. ഈ ഗോൾഡൻ ഒരു യെല്ലോ കളറ് കൂടുതലാണ്. ഈ കളറൊക്കെ വെച്ച് നോക്കി. അപ്പം എനിക്ക് ഏതൊരു സംതൃപ്തി ആകുന്നില്ല. അപ്പം ഞാൻ ജെമിനിനോട് ചോദിച്ച്. അപ്പോൾ ജെമിനി പറഞ്ഞത് വൈറ്റ് ഗോൾഡൊക്കെയാണ് കൂടുതൽ നല്ലതെന്ന് പറഞ്ഞു. ഞാൻ ഈ ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. മറ്റൊക്കെ യെല്ലോയിഷ് കൂടുതലാണ്. ഇത് സിൽക്ക് ത്രെഡാണ്. ഇത് കണ്ടോ 3 ഗോൾഡൻ കളറും ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ഇതങ്ങോട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ മിഷനിൽ നൂലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി റിങ് മുകളിൽ ചെറിയ റിങ്ങും താഴ്ഭാഗത്ത് വലിയ റിങ്ങോട്ട് നല്ല തുണി വലിച്ച് ടൈറ്റാക്കി സെറ്റ് ചെയ്യാം. ഇതുപോലെ നല്ല ടൈറ്റിൽ വേണം നമ്മൾ റിങ് ഇട്ടിട്ട് വലിച്ച് മുറുക്കാൻ. പിന്നെ ഇതിൽ നമ്മൾ തയ്ക്കുമ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഉള്ളൂ. സാറ്റിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് തുടങ്ങുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലൂടെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഔട്ട്ലൈന് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഫുള്ള് സാറ്റിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് വരികയാണ്.
പിന്നെ ലാസ്റ്റ് അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലീഫിൻ്റെ സെൻറ്ററിൽ ലൈൻ, അവിടെ നമ്മളൊരു 2 വീതിയിൽ ഒരൊറ്റ ലൈന് കട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ല കട്ടിയിലാവുമ്പോൾ നമ്മൾ ഒരേ കളറിലാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ പ്രത്യേകം തിരിയാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ ഒരു കട്ടിയിൽ ഇതുപോലെ നല്ല കട്ടിയിൽ ഇതുണ്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ ഔട്ട്ലൈനായിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് പോവുക. ഇത്രയേ ഉള്ളൂ. ഇതുണ്ട് ഇതുപോലെ അതിൻ്റെ സൈഡിലൂടെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് പോവുക. ഇത്രയേ ഉള്ളൂ ഇതിൽ കാണിക്കാൻ. അതാണ് ഞാൻ പിന്നെ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. അത്രയേ ഉള്ളൂ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇത് ചുരിദാറിലൊക്കെ ചെയ്താലും നല്ല ഭംഗിയാണ്.
അപ്പം നമ്മളെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫൈനൽ. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇതുപോലുള്ള ഷർട്ടിലായിട്ടും ചുരിദാറിലൊക്കെ ആയിട്ടുള്ള പല പല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം മിഷൻ എംബ്രോയ്ഡറി പഠിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൂടിക്കൂടി നമുക്ക് ഒന്നിച്ച് പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.